ഞാൻ നീതു. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഹാവിംഗ് എ ബ്ലസ്ഡ് ക്രിസ്മസ്. ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷന്റെ 57th ബാച്ച് പൂർവ്വ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങളുടെ കുറച്ച് ക്രിസ്മസ് ഓർമ്മകൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ കരോൾ സോങ്സ് അതിന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് പാട്ടാണല്ലോ. ഞങ്ങളും ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരികളും ഞങ്ങളുടെ സ്കൂൾ കാലത്ത് പാടിക്കൊണ്ട് നടന്നിരുന്ന കുറച്ച് അതിമനോഹരമായ ഗാനങ്ങളും ഞങ്ങളുടെ കുറച്ച് ഓർമ്മകളും ഇതാ ഒരു മ്യൂസിക്കൽ വീഡിയോയായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നു. സെയ്തു, നിനക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നീ പറഞ്ഞ ശരിയാണ് നീലമോളെ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ അടിച്ചെത്താറുണ്ട്. പ്രത്യേകിച്ച് ടീമമ്മിലെ നമ്മുടെ 4 വർഷക്കാലത്തെ ക്രിസ്മസ് ദിനങ്ങളിലെ ഓർമ്മകൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഞങ്ങളെ മാത്രവും ഞങ്ങൾ അവകാശപ്പെടുന്ന ഞങ്ങളുടെ കുറച്ച് നല്ല ഓർമ്മകളാണ്. എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ്. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം എന്ന് മാലാഖമാർ പാടിയ യേശുനാഥന്റെ ജനനം. ഭൂലോകത്തിൽ മുഴുവനും സന്തോഷം നിറഞ്ഞതാകട്ടെ നമ്മുടെ ഈ ക്രിസ്മസ്. ആദ്യത്തെ ഗാനം സന്തോഷം നിറഞ്ഞതാകട്ടെ. ജോയ് ടു ദ വേൾഡ് എന്ന ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് ഫെബി. ഹായ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ട്രഷർ മെമ്മറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവല്ല മെഡിക്കൽ മിഷന്റെ എല്ലാ മെമ്മറികളും ട്രഷറബിൾ തന്നെയാണ്. അതിൽ ഇപ്പോൾ ഡിസംബർ മാസമാണല്ലോ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ട്രഷറബിൾ ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് ഞങ്ങളുടെ അനിമാമ ഞങ്ങളെ പഠിപ്പിച്ച വളരെയധികം നല്ല കരോൾക്കാരുകളുണ്ട്. അതിൽ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. അത് ഞങ്ങൾ പഠിച്ചതും പാടിയതും ഒക്കെ ഇന്നും ഞങ്ങളുടെ മനസ്സിലതുമായാതെ നിൽക്കുന്നു. അതിലെല്ലാ പാട്ടുകളും വളരെയധികം മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. അതിൽ ഏറ്റവും നല്ല പാട്ടായിട്ട് എല്ലാ പാട്ടുകളും നല്ലതാണ്. അതിലൊരു പാട്ടായിട്ടുള്ള ജോയ് ടു ദ വേൾഡ്, അത് ഞങ്ങളുടെ പ്രിയ ഫെബിയിൽ കൂടി നമുക്ക് കേൾക്കാം. ഇപ്പോൾ 2026 നമ്മളെല്ലാവരെയും കടക്കുകയാണ്. എല്ലാവർക്കും ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. Joy to the world, joy to the world, joy to the world, joy to the world, the Lord has come. Let earth receive her King. Let every heart prepare him room, and heaven and nature sing, and heaven and nature sing, and heaven and nature sing. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നല്ല തണുത്ത പ്രഭാതങ്ങളുള്ള ഒരു മാസമാണ് ഡിസംബർ. ഈ ഡിസംബറിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ലോകരക്ഷിതാവ് ഈ ഭൂമിയിൽ അവതരിച്ചിരുന്നെന്ന് ഈ നാനാജാതി മനുഷ്യരോട് വിളിച്ചു പറയുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ. ഡിസംബറിനെ കുറിച്ച് എനിക്ക് നല്ല ഒരുപാട് ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് TMMലായിരുന്ന കാലത്ത് ഞങ്ങൾ ആ മാസത്തേക്ക് വേണ്ടി നേരത്തെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യും. പിന്നെ കുറെ കരോൾ പ്രാക്ടീസ്, പിന്നെ ഇതിൽ പഠിച്ച പാട്ടുകളെല്ലാം കൂടി പാടാനായിട്ട് എല്ലാ മാലാഖമാരും കൂടെ വാർഡിലേക്കൊരു പോക്കുണ്ട്. ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ടുകൾ പാടുന്നു, തിരിച്ചു പോരുന്നു. പിന്നെ അതിനിടയിലുണ്ടാകുന്ന നല്ല നല്ല സൗഹൃദങ്ങൾ, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ നല്ല ഓർമ്മകളാണ്. എന്നാൽ ഈ ഓർമ്മകളെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ആധികാരികമായിട്ടും ഭംഗിയായിട്ടും ബ്ലെസ് നിങ്ങളോട് സംസാരിക്കും. ആൻസിപ്പോൾ പറഞ്ഞതുപോലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് TMMന്റെ ക്രിസ്മസ് കാരോളും ക്രിസ്മസ് ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എനിക്കും ഈ ഒരു വീഡിയോയിൽ ആഡ് ആകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അടുത്ത് പാടാൻ പോകുന്ന പാട്ട് ഞങ്ങളുടെ 57th ബാച്ചിന്റെ മാത്രം പാട്ടാണ്. അത് ഞങ്ങള് ക്രെഡിറ്റ് എടുക്കുക കേട്ടോ അനുമോമേ. ബാക്കി എല്ലാ പാട്ടും ഞങ്ങളുടെ അനുമോമയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷെ ഇത് സുജമോളാണ് പഠിപ്പിച്ചത്. സുജമോടെ സൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് കേൾക്കാം. മയൂരങ്ങളാടി. നിലങ്ങളും നിറങ്ങളും നിറഞ്ഞ ഭൂമിയിൽ പാപത്തിന്റെ വൻവിഷം വിതച്ചു മാനവൻ. ആ ശാപമാകവേ അകറ്റുവാൻ ദൈവപുത്രൻ ജാതനായി മനുഷ്യനായി. ആ ശാപമാകവേ അകറ്റുവാൻ ദൈവപുത്രൻ ജാതനായി മനുഷ്യനായി. മയൂരങ്ങളാടി മനോരമ്യമായി മാലാഖമാർ പാടി ഒരേ രാഗമായി
വീണകൾ മീട്ടി നിന്നു സുരഗണം ഗാനങ്ങൾ പാടി നിന്നു. വീണകൾ മീട്ടി നിന്നു സുരഗണം ഗാനങ്ങൾ പാടി നിന്നു. മയൂരങ്ങളാടി മനോരമ്യമായി മലാഖമാർ പാടി ഒരേ രാഗമായി. പണ്ട് മുതലേ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഗാനമാണ് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം. ഇത് ഞങ്ങളും TMMലായിരുന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ഒന്നിച്ചേർന്ന് പാടാറുണ്ടായിരുന്നു. ഈ ഗാനം നമുക്കിപ്പോൾ അനീമ പാടി കേൾക്കാം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് കാലം കൂടെ വരവായല്ലോ. ഈ സന്തോഷം പങ്കിടാനും സ്നേഹം പരത്താനും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഉത്സവം അല്ലേ. എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ ക്രിസ്മസ് പറയുമ്പോൾ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് നമ്മുടെ കൊച്ചിലെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ എങ്ങനെയാണോ ക്രിസ്മസ് ആഘോഷിച്ചത് ആ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ. എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വലുതായിട്ട് ക്രിസ്മസ് ഒന്നും ആഘോഷിച്ചിട്ടില്ല. അന്ന് സ്കൂളിൽ പഠിക്കുമ്പം നമുക്ക് എന്താ സ്കൂളിൽ അവധി കിട്ടുന്നു, ഒരു കേക്ക് കഴിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് TMMലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേരുന്നതും ആ ഒരു അന്തരീക്ഷവും ഞങ്ങൾ ഒരുമിച്ച് കുറേ പാട്ടുകൾ പഠിക്കുന്നു, ഞങ്ങൾ എങ്ങനെയാണ് എല്ലാവരും കൂടെ ആ സ്നേഹം പങ്കിടുന്നതും എല്ലാം. ആ ഒരു ക്രിസ്മസിന്റെ ആ ഒരു അന്തരീക്ഷം എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ TMM തന്നെയാണ്. ഞങ്ങൾ ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ കരോളെല്ലാം പഠിച്ച് ഞങ്ങളൊരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഞങ്ങൾ വാർഡിലെല്ലാം പോയി ഈ സന്ദേശവുമായിട്ട് ഞങ്ങൾ വാർഡിൽ പോകും. പാട്ടൊക്കെ പാടി ഞങ്ങൾ രാത്രി സമയത്ത് വാർഡിൽ ചെന്ന് വാർഡിലെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പിടിച്ച് പാട്ടെല്ലാം പാടിയിട്ട് ഞങ്ങൾ പേഷ്യൻസിന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമായിരുന്നു അന്ന്. അതൊക്കെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്ന ഓർമ്മകളേ അല്ല. എനിക്ക് ഈ ക്രിസ്മസിന് എപ്പോൾ ക്രിസ്മസ് വന്നാലും എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ വാർഡൻസിനെയും എല്ലാം ഓർക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് ഈ ക്രിസ്മസ് എന്ന് പറയുമ്പം. ഇതിൽ ഈ കരോൾ ഗീതങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. അന്നത്തെ സമയത്ത് കുറേ പാട്ടുകൾ നമ്മൾ പഠിച്ചു. അതിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ശാന്തി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പം ക്രിസ്മസ് വന്നാലും ക്രിസ്മസിന് അടുക്കുമ്പോഴത്തേന് എനിക്ക് ആദ്യമേ ഓടിയെത്തുന്ന ഒരു മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു പാട്ടാണത്. നമുക്കെന്നാ ആ പാട്ടൊന്ന് കേട്ട് നോക്കിയാലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. ആഹാ ആഹാ എന്തൊരു സുന്ദരഗാനം, ആഹാ ആഹാ ആരണി സുന്ദര ഗായക. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. ആഹാ ആഹാ എന്തൊരു സുന്ദര ഗാനം, ആഹാ ആഹാ ആരണി സുന്ദര ഗായക. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. ക്രിസ്മസ് കാലത്തിന്റെ സന്തോഷവും പ്രകാശത്തിന്റെ ഉത്സവവും പ്രതിഫലിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു ഗാനമാണ് അടുത്തത്. ഹോസ്റ്റലിൽ കൂട്ടുകാരുമായി പാട്ടും ചിരിയുമായി പങ്കുവച്ച സ്മരണകളും ഹോസ്പിറ്റലിന്റെ നിശബ്ദമായ ഇടനാഴികളിൽ സന്തോഷം പങ്കുവയ്ക്കാമെന്നും ഈ ഗാനം ഓർമ്മപ്പെടുത്തുന്നു. ഉണ്ണി ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ എല്ലാവരിലും സ്നേഹവും സന്തോഷവും കാരുണ്യവും എത്തിക്കുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമായ മനോഹരമായ ഈ ഗാനം എന്റെ പ്രിയ സുഹൃത്തിലൂടെ നമുക്കൊന്ന് ശ്രവിക്കാം. ഹായ്, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. പഴയകാലത്തെ TMM ഹോസ്റ്റലിലെ ക്രിസ്മസ് ദിനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും ഒരു കത്തുന്ന വെളിച്ചമാണ്. പഴയ കാലത്തെ തണുത്ത ഡിസംബറിലെ പൊട്ടിച്ചിരികളും ഹോസ്റ്റലിനകത്തുള്ള പൊട്ടിച്ചിരികളും കലപില ശബ്ദങ്ങളും കേക്ക് മുറിച്ച് കഴിക്കുന്നതും
പിന്നെയുള്ള മങ്ങുന്ന സ്റ്റാറിൻ്റെ വെളിച്ചവും ഒക്കെ ഇന്നും ഒരു നല്ല ഓർമ്മകളാണ്. ഇന്നും എവിടെയായാലും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ഓർമ്മകളൊക്കെ മനസ്സിൽ ഓടിയെത്തും. കരോളിന് പോകുന്നതും മെഴുകുതിരി കത്തിച്ച് ലൈനായിട്ട് നിന്നിട്ട് കരോളിന് പോകുന്ന എല്ലാ ഓർമ്മകളും എപ്പോഴും മനസ്സിൽ തന്നെയുണ്ട്. പഴയ കാലത്തെ ഓർമ്മകൾ, ചില ഓർമ്മകൾ സമയത്തിനൊപ്പം മായുന്നില്ല, അത് മനസ്സിൽ തെളിഞ്ഞു തന്നെ നിൽക്കും. നിഷ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുമായിട്ട് നമ്മുടെ സ്റ്റാർ ജിനീഷയുടെ മധുര ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം. Take the halls with bows of holly, fa la 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 la. 'Tis the season to be jolly, fa la 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 la. Don't be now of gay apparel, fa la 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 la. Troll the ancient you'll take care of, fa la 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 la. ക്രിസ്മസിന്റെ ഓർമ്മകൾ എനിക്ക് ഹൃദയത്തിൽ ഏറ്റവും അധികം വളരെ സന്തോഷം നൽകുന്നത് TMMലെ ക്രിസ്മസ് രാവുകളാണ്. അതിലെനിക്ക് ഹൃദയസ്പർശിയായ ഒരു ഗാനമുണ്ട്, വിശ്വാസികളെ എന്ന ഗാനം. അതിപ്പോൾ നമുക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി റീവ പാടുന്നതായിരിക്കും, കേൾക്കാം. വിശ്വാസികളെ വാ തുഷ്ടമാനസരായി വന്നിടുക വാ നിങ്ങൾ ബേത്ലഹേമിൽ. വാ വന്നു കാൺമിൻ ത്രിവിഷ്ടവരാജൻ, ഹാവേഗം വന്നു പാടും, ഹാവേഗം വന്നു വാഴ്ത്തിൻ, വാവേഗം വന്നു വാഴ്ത്തിൻ കർത്താവേ. ഹായ് ഓൾ. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ക്രിസ്മസ് ആയിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഇയർ പഠനകാലത്തുണ്ടായിരുന്ന ക്രിസ്മസ്. എന്റെ പേര് നവമിയ, TMM സ്കൂളിലെ 57 ബാച്ച്. ഞങ്ങൾ നടത്തിയ ക്രിസ്മസ് കരോൾ അവരോടൊപ്പം പാടിയും സാന്റാക്ലോസിനോടൊപ്പം ആടിയും ഹോസ്പിറ്റലിലെ ഓരോ വാർഡുകളിലും ഞങ്ങൾ കയറിയിറങ്ങി ആ ദിവസം ഞങ്ങൾക്കൊരു ഉത്സവം പോലെയല്ല, ഒരു ഉത്സവം തന്നെയായിരുന്നു. വേദനയിൽ കൂടി കടന്നു പോകുന്ന അനേകം പേഷ്യൻസിന്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം ഇന്നും എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. എനിക്ക് ഓർമ്മകൾ നൽകിയ TMMനോടും അതുപോലെ എന്നെ ഇതുവരെ എത്തിച്ച എല്ലാ ടീച്ചേഴ്സിനോടും എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ലോകമെമ്പാടും യേശുക്രിസ്തു ജനനത്തെ കുറിച്ച് പ്രഘോഷിക്കുന്ന ക്രിസ്മസ് ആചരിക്കുമ്പോൾ എന്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും പലവിധമായ ഓർമ്മകളും ചിന്തകളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതില് എനിക്ക് പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് ഞങ്ങൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ TMMലുണ്ടായിരുന്ന ക്രിസ്മസിനെ കുറിച്ചാണ്. ഞങ്ങളുടെ വാർഡിലായിരുന്ന അനു അമ്മ ഞങ്ങളെ പലവിധമായിട്ടുള്ള ക്രിസ്മസ് സോങ്ങുകൾ, ഇംഗ്ലീഷും മലയാളം ക്രിസ്മസ് സോങ്ങുകളെല്ലാം പഠിപ്പിച്ച് ക്രിസ്മസിന് മുന്നായിട്ട് പഠിപ്പിച്ച് ക്രിസ്മസിന് തലേ ദിവസം എല്ലാ വാർഡുകളിലും പോയി ഞങ്ങൾ ക്രിസ്മസ് സോങ്ങുകൾ പാടുകയും പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ച് 57 ബാച്ച് മാത്രമല്ല, ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ടും സീനിയേഴ്സായിട്ടുമുള്ള എല്ലാവരും പോകുന്നതും ആ പാട്ട് പഠിക്കുന്നതും ആയിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി അവൻ വലിയ രാജാവായിരുന്നു, എന്നാലും അവൻ രാജാവായിരിക്കെ എളിയ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് ബേത്ലഹേമിൽ നമുക്ക് വേണ്ടി ജനിച്ചു. ആ സന്ദേശം പറയുന്ന ഈ പാട്ട്, ഓ കം ഓൾ ഫെയ്ത്ത്ഫുൾ, എല്ലാവരും വന്ന് യേശുവിനെ ബേത്ലഹേമിൽ കാണുമെന്ന് പറയുന്ന ഈ പാട്ട് നമുക്ക് കേൾക്കാം. പ്രിയ അജി നമുക്ക് വേണ്ടി പാട്ട് പാടുന്നത്. O come, holy faithful, joyful and triumphant. O come to Bethlehem. Come on, behold him, born the King of angels. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him. Christ the Lord. ഒരു
ക്രിസ്മസ് കാലം കൂടി ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി തന്ന ദൈവത്തിന് നന്ദി. ഈ ക്രിസ്മസ് കാലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഓർമ്മകളിലേക്ക് ആദ്യം വരുന്നത് ഞങ്ങളുടെ TMM ജീവിതം തന്നെയാണ്. അന്നത്തെ കരോൾ ഗാനങ്ങളും അന്നത്തെ സന്തോഷങ്ങളും എല്ലാം ഞങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ഞങ്ങളുടെ ബാച്ചിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായ ജോയ്സ് ലീസ ജോസഫിലൂടെ ഞങ്ങൾക്ക് ശ്രമിക്കാം. ക്രിസ്മസ് വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തിരുവല്ല മെഡിക്കൽ മിഷനാണ്. കാരണം ക്രിസ്മസ് ദിവസത്തിൽ ഈ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി വാർഡിലൊക്കെ പോയി പാട്ടുകളൊക്കെ പാടി പേഷ്യൻസിൻ്റെ അടുത്ത് പോയി കുറേ സംസാരിക്കുകയും അവർക്ക് ക്രിസ്മസ് സന്ദേശമായിട്ട് രക്ഷയുടെ സന്ദേശം ഒരു പ്രിൻ്റ് ചെയ്ത് പേപ്പർ കൊടുക്കുകയും അതൊക്കെ അവരെ സംബന്ധിച്ച് വളരെ സന്തോഷമായിട്ട് അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. കാരണം എല്ലാവരും വീട്ടിലിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവരുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ അവർക്ക് അവിടെ അഡ്മിറ്റ് ആവേണ്ടതായി വരുന്നു. ആ സമയത്ത് ഈ ചെറിയൊരു രീതിയിൽ ഞങ്ങൾക്ക് അവരോടൊപ്പം ആ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നതും അവർക്കൊരു സന്തോഷം നൽകാൻ സാധിക്കുന്നതും ഞങ്ങളെ സംബന്ധിച്ചും വളരെ വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അന്ന് അവിടെ പാടിയിരുന്ന കുറേ പാട്ടുകൾ, എല്ലാ പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. എന്നാൽ അതിലൊരു പാട്ട് പ്രകൃതി തൻ്റെ രാജാവിനെ, തൻ്റെ മഷിഹായെ എങ്ങനെ വരവേൽക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു. ജോയ്സ് നമുക്ക് വേണ്ടി ആ പാട്ട് പാടുന്നതായിരിക്കും. താങ്ക് യു സിനി ആൻഡ് ജീന. കിളികൾ കൂകി മെല്ലെ മോദഗാനമുയർത്തുന്നു, വാനമതിൽ താരകങ്ങളിൽ കാൽച്ചിലമ്പൊലി കേൾക്കുന്നു. കിളികൾ കൂകി മെല്ലെ മോദഗാനമുയർത്തുന്നു, ജാതം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തിപ്പാടുന്നു, പാടുന്നു പാടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഡിസംബർ മാസം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. പെരുന്നാളുകളും കൺവെൻഷനുകളും ക്രിസ്മസ് അവധി ആഘോഷങ്ങളുടെയും സമയമാണ്. എന്നാൽ പണ്ടുണ്ടായിരുന്ന പലതും ഇന്ന് പുതിയ തലമുറയ്ക്ക് അന്യമാണ്. TMMലെ നല്ല നാളുകളെ ഞാൻ ഓർക്കുന്നു. ഞാൻ 40 വർഷം മുൻപ് ഇവിടെ ജോയിൻ ചെയ്തതും ഒരു ഡിസംബർ മാസത്തിലാണ്. ഇപ്പോൾ നിൽക്കുന്നതും ആ സ്ഥാപനത്തിന്റെ പ്രെമിസസിലാണ്. ഇത് ഹോസ്പിറ്റൽ ചാപ്പലാണ്. അവിടെ നിന്നാണ് ക്രിസ്മസിന് കാരൽ പാടുവാനായിട്ട് കുട്ടികളും ഞങ്ങളും പേഷ്യൻസിന്റെ അടുത്തേക്ക് പുറപ്പെടുന്നത് ഇവിടെ നിന്നായിരുന്നു. രോഗികളുടെ അടുത്ത് പോയി സ്റ്റുഡൻസും സ്റ്റാഫും ക്രിസ്മസ് കാരൽസ് പാടി അവർക്ക് ഫ്രൂട്ട്സ് ഒക്കെ നൽകി വരുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ സന്തോഷമായിരുന്നു. അന്നത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ 57ാമത് നഴ്സിംഗ് ബാച്ച് സ്റ്റുഡൻസ് ആയിരുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നെങ്കിലും അവരുടെ ഓർമ്മകളിൽ നിന്ന് ചിരിഞ്ഞെടുത്ത ട്രഡീഷണൽ സോങ്സും അന്ന് പാടി തകർത്ത ക്രിസ്മസ് ഗാനങ്ങളും കോർത്തിണക്കി ഇങ്ങനെ ഒരു സംരംഭം ചെയ്തതിൽ ഞാൻ അഭിനന്ദിക്കുന്നു അവരെ. അതോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിൽ എന്നെയും പങ്കാളിയാക്കിയതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. അതിൽ കൂടി അവർക്ക് സ്ഥാപനത്തോടും അവരെ ട്രെയിൻ ചെയ്ത പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവരെ നടത്തിയ പലരും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എങ്കിലും നന്ദിയോടെ അവരെ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാം ചെയ്യുവാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ സ്വന്തം അനുമാനം. ഹലോ, TMM സ്കൂൾ ഓഫ് നഴ്സിംഗ് 57th ബാച്ചിലെ ഞങ്ങളുടെ ക്രിസ്മസ് ഓർമ്മകൾ ലോകത്തിന്റെ വിവിധ കോണിലിരുന്നുകൊണ്ട് ഞങ്ങൾ കോർത്തിണക്കിയെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. വെറുതെ ഒരു കലപില വർത്തമാനത്തിനിടയിൽ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഫെബിക്ക് കിട്ടിയ ഒരു ആശയമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കരോൾ സോങ്സ് എല്ലാം പഠിപ്പിച്ച അനുമാമയെ കൂടെ കൂട്ടാമെന്ന്. അനുമാമയോട് ചോദിച്ചപ്പോൾ വളരെ ഹാപ്പി, ഡബിൾ ഓക്കെ. പിന്നെ അങ്ങോട്ട് പാട്ടുകളെ കുറിച്ചുള്ള ഡിസ്കഷനുകളായി, അഭിപ്രായ വ്യത്യാസങ്ങളായി ഞങ്ങൾ വീണ്ടും ആ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയി മാറി. ഒടുവിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടായി വന്നത്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം നൽകിക്കൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം. കാലിത്തൊഴുത്തിൽ പിറന്നു വീണ യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവിന് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഉത്തരം ഞാൻ നിങ്ങൾക്ക് വിട്ടേക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ
ക്രിസ്തുമസ് നവവത്സരാശംസകൾ. താങ്ക് യു സോ മച്ച്.